മുട്ടുവേദന കാരണം നടക്കാനും പടികൾ കയറാനും ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ചെയറിലിരുന്നും സ്റ്റെപ്സിൻ്റെയും സഹായത്തോടെ ചെയ്യുന്ന വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഈ എക്സസൈസുകൾ മുട്ടിന് ചുറ്റുമുള്ള മസിൽസിനെയും ജോയിൻറ്റിനെയും ഒക്കെ നല്ലപോലെ ശക്തിപ്പെടുത്തുന്നതാണ്. ബാലൻസ് വർദ്ധിപ്പിക്കാനും സ്ഥിരമായിട്ടിത് പരിശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കൂടുതൽ എളുപ്പമാക്കാനും നല്ല ഒരു കോൺഫിഡൻസോടെ നടക്കാനും സാധിക്കും. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്യുക. കഠിനമായിട്ടുള്ള മുട്ടുവേദനയോ മറ്റ് ബുദ്ധിമുട്ടോ ഉള്ളവർ ഡോക്ടറുടെയോ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ ഉപദേശം തേടുക. ഈ എക്സസൈസുകൾ രാവിലെയോ വൈകിട്ടോ ചെയ്യാം. വളരെയധികം എഫക്റ്റീവായിട്ടുള്ള എക്സസൈസുകളാണ്. ദിവസവും ഒരു 15 മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കണ്ടേ. അപ്പോൾ ഈ എക്സസൈസുകൾ തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഇതുപോലെ സ്റ്റെപ്സൊക്കെ കാണുമല്ലോ വീട്ടിൽ. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റെപ്പിൽ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കുള്ള എക്സസൈസാണ്. ഇത് മുട്ടിന് വളരെ നല്ലൊരു എക്സസൈസാണ്. ഇത് നടക്കാൻ പറ്റാതിരിക്കുന്നവർക്ക് മാത്രമല്ല, മുട്ടിന് വേറെ പ്രശ്നങ്ങളും ഇല്ലാത്തവർക്കും ചെയ്യാം. ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. ഇതുപോലെ റെയിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പിടിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള പിടിക്കാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുപോലെ ചെയ്യുക. വലത് കാൽ മുകളിലത്തെ സ്റ്റെപ്പിൽ വയ്ക്കുക. ഇടത് കാൽ കൂടി വയ്ക്കുക. ഇനി വലത് കാൽ താഴെ വയ്ക്കുക. ഇടത് കാൽ താഴെ. ശ്രദ്ധിച്ച് സ്ലോ ആയിട്ട് ചെയ്യുക. സ്റ്റെപ്പിൽ കയറിയിട്ട് 3-4 സെക്കൻഡ് നിൽക്കുക. അതിനുശേഷം താഴെ ഇറങ്ങുക. ഈ സ്റ്റെപ്സിൽ കയറി ഇറങ്ങുന്നത് മുട്ടിന് മാത്രമല്ല, നമ്മുടെ ഹിപ്പിനും കാലുകൾക്കും ഒക്കെ ശക്തി വർദ്ധിക്കും. അതുപോലെ തന്നെ ബാലൻസ് നിലനിർത്താനും സഹായിക്കും. കൂടാതെ നമ്മുടെ കാലുകളിൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നടക്കുക. പ്രത്യേകിച്ച് പ്രായമായവരിൽ ഉണ്ടാകുന്ന കാലിൻ്റെ മരവിപ്പൊക്കെ മാറാൻ ഇത് സഹായിക്കും. ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ കാലിൽ നല്ല മരവിപ്പുണ്ടാകും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ആ സമയത്തൊക്കെ ഇതുപോലെ സ്റ്റെപ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി ഇറങ്ങുന്നത് നല്ലതാണ്. ഓരോ കാലും 10 പ്രാവശ്യം വീതം ചെയ്യുക. റിലാക്സ്. നെക്സ്റ്റ് ലെഗ്, ലെഫ്റ്റ് ലെഗ്. ഇടത് കാൽ മുകളിൽ വയ്ക്കുക. റൈറ്റ് ലെഗ്, ദെൻ ലെഫ്റ്റ് ലെഗ് ഡൗൺ, റൈറ്റ് ലെഗ്. 1 2 3 4 5 6 7 8 9 10. ഇനി സൈഡ് സ്റ്റെപ്സാണ്. സൈഡിൽ കൂടെ കയറുക. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് ലെഗ്. ഇനി റൈറ്റ് ലെഗ്. ഇത് തിരിച്ചു വേണമെങ്കിലും ചെയ്യാം. ആദ്യം റൈറ്റ് ലെഗ് ചെയ്യാം, പിന്നീട് ലെഫ്റ്റ് ലെഗ് ചെയ്യാം. ഓക്കെ. 8 7 6 5 4 3 2 1. റിലാക്സ്. നെക്സ്റ്റ് എക്സസൈസ് ഇരുന്നുകൊണ്ടുള്ളതാണ്. സ്റ്റെപ്സിലോ ചെയറിലോ ബെഡിലോ ഇരിക്കാം.
വലത് കാൽ നീട്ടിപ്പിടിച്ചിട്ട് കാലിൻ്റെ അറ്റം മുകളിലേക്കും താഴേക്കും കൊണ്ടുപോവുക. മാക്സിമം സ്ട്രെച്ച് കൊടുക്കുക. ഇത് വെരിക്കോസ് വെയിനൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല ഒരു എക്സസൈസാണ്. കൂടാതെ മുട്ടിന് ചുറ്റുമുള്ള മസിലുകൾക്കും നല്ല ബലം കിട്ടുന്ന ഒരു എക്സസൈസാണ്. കാലിൻ്റെ കുഴ, കാൽപാദം, മുട്ട്, ഈ കാവ്സ് മസിൽസ്, ആ ഭാഗങ്ങളിലൊക്കെ നല്ലൊരു സ്ട്രെച്ച് അനുഭവപ്പെടും. ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ നടക്കുകയും ചെയ്യും. ലെഫ്റ്റ് ലെഗും ഇതുപോലെ ചെയ്യാം. ഓരോന്നും 10 പ്രാവശ്യം വീതം ചെയ്യാം, ഓരോ സൈഡും. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നല്ലൊരു വലിവ് കാലിൽ അനുഭവപ്പെടുന്നുണ്ടാകാം. കാലിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകും. ഇനി ഈ എക്സസൈസ് തന്നെ കാല് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് 2 കൈകൊണ്ടും മുട്ടിനടുത്തായിട്ട് പിടിച്ച് സപ്പോർട്ട് ചെയ്യാം കാലിന്. എന്നിട്ട് കാല് മുന്നിലേക്കും ബാക്കിലേക്കും ചെയ്യാൻ ശ്രമിക്കുക. ഈ എക്സസൈസാണ് കാലിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് എന്ന് പറയാം. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നതിനോടൊപ്പം തന്നെ കാലിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് മാറും. അതുകൊണ്ട് ഏത് രീതിയിലായാലും ഈ എക്സസൈസ് തീർച്ചയായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. 10 പ്രാവശ്യം വീതം ചെയ്യുക ഓരോ കാലും. ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നിങ്ങൾക്ക് ഏത് സമയത്ത് കാലിന് എന്തെങ്കിലും ഒക്കെ തരിപ്പൊക്കെ അനുഭവപ്പെടുന്നതാണെങ്കിൽ ഈ എക്സസൈസ് ചെയ്താൽ അതങ്ങ് മാറും. നെക്സ്റ്റ് എക്സസൈസ്, കാൽ നീട്ടിപ്പിടിച്ചിട്ട് വിരലുകൾ നന്നായിട്ട് മടക്കി നിവർക്കുക. കാല് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ബെഡിലിരുന്ന് വേണമെങ്കിലും ഈ എക്സസൈസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ കണ്ടതുപോലെ കാലിൻ്റെ മുട്ടിൽ പിടിച്ച ഒരു സപ്പോർട്ടോടെ കാലിൻ്റെ വിരലുകൾ മടക്കുകയും നിവർക്കുകയും ചെയ്യുക. ഇതും 10 പ്രാവശ്യം ചെയ്യാം. ഇത് രാവിലെ നമ്മൾ ഉറക്കം എണീറ്റിട്ട് ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസാണ്. കാലിൻ്റെ വിരലുകളൊക്കെ നല്ലതുപോലെ മടക്കി നിവർക്കുക. ഈ എക്സസൈസും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് എക്സസൈസ് ആംഗിൾ റൊട്ടേഷനാണ്. ഇതുപോലെ ചെയറിലോ സ്റ്റെപ്പിലോ ഇരുന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബെഡിലിരുന്ന് ചെയ്യാം. ബെഡിലിരുന്നിട്ട് കാല് തൂക്കിയിട്ടിട്ട് ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ റൗണ്ടാക്കി എടുക്കുക, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. 10 പ്രാവശ്യം ചെയ്യുക. കാലിൻ്റെ ആംഗിളിന് നല്ലൊരു വ്യായാമം കിട്ടും. ഈ ഭാഗത്തൊക്കെ സാധാരണ നീര് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ലോങ് ജേണി ഒക്കെ പോകുമ്പോൾ, ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കാലിൽ നീരടിക്കും. ആ സമയത്ത് വീട്ടിൽ വന്നിട്ട് ഈ എക്സസൈസ് ചെയ്താൽ മതി. നമ്മൾ യാത്ര പോകുമ്പോഴും ട്രെയിനിലിരിക്കുമ്പോഴും നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ എക്സസൈസ് ചെയ്യാൻ സാധിക്കും. 2 കാലും മാറി മാറി ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന എക്സസൈസുകളാണ്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് എക്സസൈസ് നോക്കാം. 2 കാലിലെയും പാദങ്ങൾ തമ്മിൽ ചേർത്ത് പിടിക്കുക. എന്നിട്ട് 2 മുട്ടുകളും കൂടി അടുപ്പിക്കുകയും അകറ്റുകയും ചെയ്യുക. ഇത് ഹിപ്പ് ജോയിൻ്റ് മസിലുകളുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുകയും ഹാംസ്ട്രിങ് മസിലുകൾക്ക് നല്ല സ്ട്രെച്ച് ലഭിക്കാനും സഹായിക്കുന്ന എക്സസൈസാണ്. അതുപോലെ തന്നെ നമ്മുടെ അരക്കെട്ടിലെയും താഴത്തെയും ബാക്കിലെയും ഒക്കെ മുറുക്കം കുറയ്ക്കും. അപ്പോൾ ദീർഘനേരം ഇരിക്കുന്നവർക്കും മുതിർന്നവർക്കും ഒക്കെ കാലുകളുടെ ഒരു ചലനശേഷിക്ക് ഈ എക്സസൈസ് ബെസ്റ്റാണ്. നെക്സ്റ്റ് എക്സസൈസ്, കൈകൾ കൊണ്ട് കാലുകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. നല്ലതുപോലെ കാല് ഉയർത്താൻ ശ്രമിക്കുക. 10 പ്രാവശ്യം ചെയ്യുക. കൈക്കൊക്കെ ചെറിയ വേദന വരും, എന്നാലും കഴിയുന്നതും കൈകൊണ്ട് ഇങ്ങനെ കാലുകളെ എടുത്ത് പൊക്കി താഴ്ത്തി വയ്ക്കുക. ബെഡിലിരുന്നു കൊണ്ട് ചെയ്യാം, ചെയറിലിരുന്നു കൊണ്ടും ചെയ്യാം. ഓരോ കാലുകളും 10 പ്രാവശ്യം വീതം ചെയ്യുക. 10, 9, 8, 7, 6, 5, 4, 3,
2, 1. റിലാക്സ്. നെക്സ്റ്റ് എക്സസൈസ്, ചെയറിൻ്റെ സപ്പോർട്ടോടെ ഓരോ കാലുകളും പിന്നിലേക്ക് മടക്കുക. ഇതും കാലിനുള്ള ഒരു ബെസ്റ്റ് എക്സസൈസാണ്. നടക്കാനും പടികൾ കയറാനും എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച എക്സസൈസ്. പ്രത്യേകിച്ച് മുതിർന്നവർക്ക് സുരക്ഷിതമായി വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ്. ഓരോ കാലിലും 10-15 പ്രാവശ്യം വീതം 2-3 സെറ്റ് ചെയ്യാം. വേദനയുണ്ടെങ്കിൽ മാത്രം നിർത്തിയാൽ മതി. ഇല്ലെങ്കിൽ ഇത് രാവിലെയും വൈകിട്ടും ചെയ്യാവുന്നതാണ്. ചെയറിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് വീഴുമെന്നുള്ള പേടി വേണ്ട. നെക്സ്റ്റ് ലെഗ് റേസ്. കാലുകൾ മുകളിലേക്ക് ഉയർത്താൻ നോക്കുക, താഴേക്ക് കൊണ്ടുപോവുക. നല്ലൊരു സ്ട്രെച്ച് ഫീൽ ചെയ്യും. എത്രത്തോളം ഉയർത്താൻ പറ്റും അത്രത്തോളം ഉയർത്തുക. കാല് ബാക്കിലേക്കും അത്രത്തോളം പോകട്ടെ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഇത് കാലിന് ഒരു ആയാസം കിട്ടുന്ന എക്സസൈസാണെന്ന്. എല്ലാം വളരെ ലളിതമായിട്ടുള്ള എക്സസൈസുകളാണ്. ആദ്യം ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയാലും ഇത് ചെയ്ത് നോക്കുക. ഇത്രയും പ്രാവശ്യം ചെയ്യണമെന്നില്ല. 2 പ്രാവശ്യം 3 പ്രാവശ്യം അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാം. ഇതെല്ലാം നമ്മുടെ കാലിനും നമ്മുടെ ശരീരത്തിനും വേണ്ടിയാണെന്നുള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യാൻ ഈസിയാണെന്ന് തോന്നും. 10 പ്രാവശ്യം വീതം 2 സെറ്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, റിലാക്സ്. നെക്സ്റ്റ് എക്സസൈസ്, ഇത് കൈകൾക്കും കൂടിയുള്ള ഒരു എക്സസൈസാണ്. ഷോൾഡർ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഓരോ കാലുകളും ഉയർത്തി കൈ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ്. വലതുകാൽ നീട്ടി വലതുവശത്തെ തറയിൽ ടച്ച് ചെയ്യുക. ഇടതുകാൽ നീട്ടി ഇടതുവശത്തെ തറയിൽ ടച്ച് ചെയ്യുക. കൈകൾ മുകളിലേക്ക് പോകട്ടെ, താഴേക്ക് വരട്ടെ. വളരെ നല്ലൊരു എക്സസൈസാണ്. 10 പ്രാവശ്യം ചെയ്യുക. 8, 7, 6, 5, 4, 3, 2, 1. നെക്സ്റ്റ്, സീറ്റഡ് അപ്പർ ബോഡി റൊട്ടേഷൻ. ചെയറിൽ സുരക്ഷിതമായിട്ടിരിക്കുക. ബുദ്ധിമുട്ടാണെങ്കിൽ സൈഡിൽ പിടിച്ചിരിക്കാം. എന്നിട്ട് അപ്പർ ബോഡിയെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. മുന്നിലേക്ക് വരിക, ബാക്കിലേക്ക് പോവുക, സൈഡിലോട്ടും മാക്സിമം പോകാൻ ശ്രമിക്കുക. ഇത് ഹിപ്പ് ജോയിൻറ്റിനും നട്ടലിനുമൊക്കെ നല്ലൊരു എക്സസൈസാണ്. നമുക്കൊരു സ്ഥലത്ത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ബാലൻസ് മെച്ചപ്പെടുത്താൻ സഹായിക്കും. നമ്മുടെ വയറിനും അടിവയറിനുമൊക്കെ നല്ലൊരു എക്സസൈസാണിത്. ഇത് പ്രായമായവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. നെക്സ്റ്റ് എക്സസൈസ്, സിറ്റ് ടു സ്റ്റാൻഡ്. ഇത് ചെയറിൽ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുക. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു എക്സസൈസ് അല്ലേ. ഇത് നമ്മുടെ തുടയുടെയും ഇടുപ്പിൻ്റെയും കാലിൻ്റെയും ഒക്കെ മസിലുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. അതുപോലെ തന്നെ മുട്ടിന് നല്ലൊരു എക്സസൈസാണ്. കൈകൾ രണ്ടും മുകളിലോട്ട് ചേർത്ത് പിടിക്കുക. നമ്മൾ നമ്മളെ തന്നെ ഹഗ് ചെയ്യുകയാണ്. ഇനി പതിയെ എണീക്കുക, ഇരിക്കുക. ഇപ്പോൾ നോക്കിക്കേ, മുട്ടിന് നല്ല ഒരു എക്സസൈസ് അല്ലേ നടക്കുന്നത്. വളരെ സ്ലോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എഴുന്നേൽക്കാനും ഇരിക്കാനും നടക്കാനും പടികൾ കയറാനും അതുപോലെ കൂടുതൽ പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാൻ ഈ എക്സസൈസ് തീർച്ചയായിട്ടും സഹായിക്കും.
പ്രായമായവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു എക്സസൈസാണിത്. ഇത് 10 മുതൽ 15 പ്രാവശ്യം വരെ ചെയ്യാം. 2 3 സെറ്റ് ചെയ്യാം. അങ്ങനെ 30 40 പ്രാവശ്യമൊക്കെ ചെയ്യാവുന്നതാണ്. രാവിലെ വൈകിട്ടും ചെയ്യാവുന്നതാണ്. പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ കസേരയുടെ പിടിയൊക്കെ ഉള്ള കസേരയാണെങ്കിൽ കൈപ്പിടിയിൽ പിടിച്ച് എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുക. പിന്നെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാക്ക് സൈഡാണ് ആദ്യം പുറകിലോട്ട് വരുന്നത്. കുനിഞ്ഞ് അല്ല വരുന്നത്, ബാക്ക് സൈഡ്. നമ്മുടെ ഹിപ്പ് ബട്ടക് ആ ഭാഗം ആദ്യം ബാക്കിലോട്ട് വരും. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. അപ്പം നമ്മുടെ നടുവിനൊന്നും ബുദ്ധിമുട്ട് വരികയില്ല. നെക്സ്റ്റ് എക്സസൈസ് നമ്മൾ നടക്കാൻ പഠിക്കുകയാണ്. ടോ വാക്ക്. കാൽ വിരലുകളിൽ മാത്രം നടന്ന് ചെയ്യുന്ന ടോ വാക്ക് എക്സസൈസ് കാൽപാദത്തിൻ്റെയും കാൽമുട്ടിന് താഴെയുള്ള കാഫ് മസിലുകൾക്കും ശക്തി വർദ്ധിപ്പിക്കുന്ന എക്സസൈസാണ്. ഇത് ബാലൻസ് മെച്ചപ്പെടുത്താനും കണങ്കാലിൻ്റെ സ്ഥിരത കൂട്ടാനും സഹായിക്കും. ഇനി അടുത്തത് ഹീൽ വാക്കാണ്. ഹീൽ കൊണ്ട് നടക്കുന്നത്. ഇതും അതുപോലെയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ രീതിയിൽ നടക്കാൻ സാധിക്കും. മുൻഭാഗത്തെ പേശികളെ ശക്തിപ്പെടുത്തുന്ന ഒരു എക്സസൈസാണിത്. നെക്സ്റ്റ് എക്സസൈസ് ഡക്ക് വാക്ക്. ഡക്ക് വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ താറാവ് നടക്കുന്നത് എങ്ങനെയാണ്? കാലുകൾ 2 സൈഡിലും വെച്ചല്ലേ. അപ്പോൾ ഇത് നമ്മുടെ തുടയ്ക്കും ഇടുപ്പിനും ബട്ടക്കിനും കാൽപേശികൾക്കുമൊക്കെ നല്ലൊരു എക്സസൈസാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ എക്സസൈസ് മുട്ടിനും ഇടുപ്പിനുമൊക്കെ കൂടുതൽ ഭാരം നമുക്ക് അനുഭവപ്പെടാം. അതിനാൽ മുട്ടുവേദനയോ ഓസ്റ്റിയോ ആർത്രൈറ്റിസോ ഉള്ളവർ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. അവർക്ക് ഈ ബാലൻസ് നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ചേറിൽ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൈവേരിയൊക്കെ ഉണ്ടാവുമല്ലോ, കൈവരി, അതിലൊക്കെ പിടിച്ചുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ബാലൻസ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണിത്. നമുക്ക് പ്രായം കൂടുന്തോറും എന്തെല്ലാം തരത്തിലുള്ള അസുഖങ്ങളാണ് വരുന്നത്. ഒന്നുമില്ലെങ്കിലും കാലും കൈയൊക്കെ ഒന്ന് നേരെയായിട്ടിരുന്നാൽ തന്നെ നമ്മുടെ പകുതി ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. നെക്സ്റ്റ് എക്സസൈസ് ചെയറിലിരുന്നു കൊണ്ട് കാലുകളും കൈയും കുറച്ച് ലൂസായിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. മൂക്കിലൂടെ ശ്വാസമെടുത്ത് വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു എക്സസൈസാണെന്ന് തോന്നുന്നെങ്കിലും ഇത് ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുന്ന നല്ലൊരു എക്സസൈസാണ്. നമ്മുടെ കണങ്കാൽ, പാദം എന്നിവയുടെ ചലനശേഷി വർദ്ധിപ്പിക്കുകയും ബാലൻസും ഏകോപനവും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ ദീർഘനേരം വെറുതെ ഇരിക്കുന്നവർക്ക്, TV കണ്ടും അല്ലാതെ സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുന്നവർക്ക് കാലുകളിലെ മുറുക്കം കുറയ്ക്കുകയും ശരീരം നല്ല ഒരു സജീവമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. ഇത് മുതിർന്നവർക്ക് സുരക്ഷിതമായിട്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ്. മികച്ച ഒരു വാമപ്പ് എക്സസൈസ് കൂടിയാണ്. അപ്പോൾ ഈ എക്സസൈസുകളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. നമുക്ക് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒക്കെ നല്ല ഈസി ആയിരിക്കും. മുട്ടുവേദനയൊക്കെ മാറിക്കിട്ടും. കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യണം. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ദിവസം ഫുഡ് കഴിക്കും അത്രയും ദിവസം നമുക്ക് എക്സസൈസും ചെയ്യണം. അപ്പോൾ മനസ്സിലായല്ലോ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാം. ടൂറൊക്കെ പോകുമ്പോൾ നന്നായിട്ടൊക്കെ അടിച്ചു പൊളിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.